വികാരങ്ങൾ അല്ലെങ്കിൽ ഫീലിങ്സ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. നമ്മളിപ്പം ആവേശം അല്ലെങ്കിൽ ആശ്ചര്യം, ആകുലത, ഇങ്ങനെ പല പല വികാരങ്ങളുണ്ട് അല്ലേ? അതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നമുക്ക് പലപ്പോഴും ആവശ്യം വരുന്ന ഒന്നാണിത്. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ആദ്യമായിട്ട് നമുക്ക് ആവേശത്തിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത്? എക്സൈറ്റഡ് എന്നാണ് പറയുന്നത്. ആവേശത്തോടെ എക്സൈറ്റഡ്. ഐ ആം എക്സൈറ്റഡ് അബൌട്ട് മൈ ന്യൂ ജോബ്. എൻ്റെ പുതിയ ജോലിയെ പറ്റി എനിക്ക് വളരെയധികം ആവേശമാണ്. നമുക്ക് ആദ്യമായിട്ട് ജോലി കിട്ടുമ്പോൾ നമ്മൾ വളരെ ആവേശത്തിലാണ് അല്ലേ? പക്ഷേ എൻ്റെ ഇപ്പോൾ രണ്ടാമത്തെ ജോലിയാണെങ്കിലോ ഐ എം നോട്ട് ടു എക്സൈറ്റഡ്, അല്ലെങ്കിൽ ഐ എം നോട്ട് സോ എക്സൈറ്റഡ്. അപ്പം ടു എന്നുള്ളതിന് ഇവിടെ വളരെയധികം, വെരി എന്ന അർത്ഥമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഐ എം നോട്ട് ടു എക്സൈറ്റഡ്. വി വർ സോ എക്സൈറ്റഡ് ദാറ്റ് വി കുഡൻറ്റ് സിറ്റ് സ്റ്റിൽ. ഞങ്ങൾക്ക് അതുപോലെ ആവേശത്തിലിരിക്കുകയായിരുന്നു, ഞങ്ങൾക്ക് ഇരിക്കാൻ പോലും പറ്റത്തില്ലാത്ത അത്ര ആവേശമായിരുന്നു. ഐ എം എക്സൈറ്റഡ് അബൌട്ട് മൈ ന്യൂ ജോബ്. ഐ എം നോട്ട് ടു എക്സൈറ്റഡ്. വി വർ സോ എക്സൈറ്റഡ് ദാറ്റ് വി കുഡൻറ്റ് സിറ്റ് സ്റ്റിൽ. മുഷിപ്പിക്കുന്ന അല്ലെങ്കിൽ വിരസമായിട്ടുള്ളതിന് ബോർഡ് എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്ക് പറയത്തില്ലേ ബോറടിക്കുക എന്നൊക്കെ നമ്മൾ മലയാളത്തിലും പറയാറുണ്ട് അല്ലേ? I easily get bored when I watch YouTube videos. ഓക്കെ, ഞാൻ യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് മുഷിപ്പ് തോന്നാറുണ്ട്. Come on, play with me. I'm so bored. ഓക്കെ, എൻ്റെ കൂടെ ബാ, നമുക്ക് കളിക്കാം. ഞാൻ ഭയങ്കരമായിട്ട് മുഷിഞ്ഞിരിക്കുകയാണ്. I was bored because I had watched the movie before. ശ്രദ്ധിക്കുക, I was bored because I had watched അല്ലെങ്കിൽ I had seen the movie before. ശ്രദ്ധിക്കുക, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടെൻസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചാണ് അല്ലേ? ആദ്യത്തെ ഒരു 15 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ ടെൻസും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നാമത്തെ പാഠം തൊട്ട് കാണുക. പലപ്പോഴും പലരും പറയാറുണ്ട്, അതായത് ചാപ്റ്ററുകൾ ക്രമത്തിൽ കിട്ടുന്നില്ല എന്നുള്ളത്. നിങ്ങൾ ചെയ്യേണ്ട എത്രമാത്രം യൂട്യൂബിൽ ജസ്റ്റിൻ തോമസ് ഇംഗ്ലീഷ് ചാപ്റ്റർ, ഏത് ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് വേണ്ട ആ ചാപ്റ്ററിൻ്റെ നമ്പർ അടിക്കുക. ജസ്റ്റിൻ തോമസ് ഇംഗ്ലീഷ് ചാപ്റ്റർ 25 എന്ന് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 25ാമത്തെ ചാപ്റ്റർ കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സെർച്ച് ചെയ്ത് നിങ്ങൾ കണ്ടുപിടിക്കുക. ആശ്ചര്യപ്പെടുക അല്ലെങ്കിൽ അത്ഭുതപ്പെടുക എന്നുള്ളത് എന്താണ്? സർപ്രൈസ്ഡ്. സർപ്രൈസ്ഡ്. ഐ എം സോ സർപ്രൈസ്ഡ് ടു സീ യു ഹിയർ. ഓക്കെ, നിന്നെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലേ. അതാണ് ഐ എം സോ സർപ്രൈസ്ഡ് ടു സീ യു ഹിയർ. The magician's tricks surprised us. ഓക്കെ, മജീഷ്യൻ എന്ന് പറഞ്ഞാൽ മാജിക്കാരൻ്റെ വേലകളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയല്ലേ. നമുക്ക് മാങ്ങായിൽ ഒരു മാങ്ങാണ്ടി കുഴിച്ചിടുന്നു, അതിൽ നിന്നൊരു വലിയ മാവുണ്ടാകുന്നു, അങ്ങനെ പല ട്രിക്സ് നമ്മൾ കാണാറുണ്ട് അല്ലേ? അത് നമ്മളെ അത്ഭുതപ്പെടുത്തി. ഇറ്റ്സ് നത്തിങ് ടു ബി സർപ്രൈസ്ഡ് അബൌട്ട്. അപ്പോൾ മറ്റൊരു സുഹൃത്തുക്കളാണ്, അതിന് മാത്രം ആശ്ചര്യപ്പെടാനോ അത്ഭുതപ്പെടാനോ ഒന്നുമില്ല എന്നുള്ളത്. ഐ എം സോ സർപ്രൈസ്ഡ് ടു സീ യു ഹിയർ. The magician's tricks surprised us. It's nothing to be surprised about. Confused. ആശയക്കുഴപ്പത്തിലാവുന്നതാണ് കൺഫ്യൂസ് എന്നുള്ളത് അല്ലേ? ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ്. കുഡ് യു എക്സ്പ്ലെയിൻ ദാറ്റ് അഗെയിൻ? ഓക്കെ, ഇപ്പോൾ ഒരാൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അല്ലെ, ഇപ്പം ഞാൻ നിങ്ങളെ ഇത് ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് പറയാം ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഞാൻ മൊത്തത്തിൽ ആശയക്കുഴപ്പത്തിലാണ്. കുഡ് യു എക്സ്പ്ലെയിൻ ദാറ്റ് അഗെയിൻ? ഒന്നുകൂടൊന്ന് പറയാമോ? യെസ്. വൈ ആർ യു കൺഫ്യൂസ്ഡ്? എന്താണ് ഇത്ര കൺഫ്യൂഷൻ? എന്തുകൊണ്ടാണ് നീ കൺഫ്യൂഷൻ ആയത്? അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഐ നോ സം ഓഫ് യു ആർ കൺഫ്യൂസ്ഡ്. എനിക്കറിയാം നിങ്ങളിൽ ചിലർക്കൊക്കെ ആശയക്കുഴപ്പമുണ്ട്, ചിലർക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നൊക്കെ എനിക്കറിയാം. ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ്. കുഡ് യു എക്സ്പ്ലെയിൻ ദാറ്റ് അഗെയിൻ? യെസ്. വൈ ആർ യു കൺഫ്യൂസ്ഡ്? ഐ നോ സം ഓഫ് യു ആർ കൺഫ്യൂസ്ഡ്. വറീഡ് എന്ന് പറഞ്ഞാൽ ആകുലതയിലാകുക അല്ലെങ്കിൽ മാനസിക വിഷമത്തിലാകുന്നതാണ് വറീഡ് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ? ദ ഡോക്ടർ ഈസ് മച്ച് വറീഡ് അബൌട്ട് ഹെർ. അവളെ നോക്കി കഴിഞ്ഞപ്പോൾ ഡോക്ടർ മനസ്സിലായി അവൾക്ക് എന്തോ മാരകമായ രോഗമുണ്ടെന്നല്ലേ. അതുകൊണ്ട് ഡോക്ടർ വളരെയധികം ആകുലതയിലാണ്, വിഷമത്തിലാണ്. ഐ എം വറീഡ് അബൌട്ട് മൈ നെക്സ്റ്റ് മന്ത് കാർ EMI. ഓക്കെ, ഞാൻ എൻ്റെ വിഷമം എന്താണ്? അടുത്ത മാസത്തെ കാർ EMIയിലാണ്, അടുത്ത മാസം പൈസ അടയ്ക്കാണല്ലേ. എവ്രിബഡി ഈസ് വറീഡ് അബൌട്ട് യു. എല്ലാവരും നിന്നെപ്പറ്റി വിഷമത്തിലാണ്, ആകുലതയിലാണ്. The doctor is much worried about her. I'm worried about my next month car EMI. Everybody is worried about you. ഫ്രൈറ്റൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ച അല്ലെങ്കിൽ വിരണ്ട എന്നാണ് അർത്ഥം. ഇപ്പോഴേ ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് പഠിച്ച വാക്കാണ് ഫ്രൈറ്റൻഡ്. ഇപ്പോഴും പേടിച്ച അല്ലെങ്കിൽ വിരണ്ട എന്നുള്ള അർത്ഥം.
He was frightened and ready to cry. ഓക്കെ, അവൻ വളരെയധികം പേടിച്ചു അല്ലേ, അവന് കരയാൻ തുടങ്ങുമായിരുന്നു. I was frightened when the police called. ഓക്കെ, പോലീസ് വിളിച്ചപ്പോൾ ഞാൻ വളരെയധികം പേടിച്ചല്ലേ. I'm not frightened of anything. എനിക്ക് ഒന്നിനെ പറ്റിയും ഒരു പേടിയുമില്ല. പലരും പറയാറുണ്ടല്ലേ. He was frightened and ready to cry. I was so frightened when the police called. I'm not frightened of anything. Upset എന്ന് പറഞ്ഞാൽ അസ്വസ്ഥമാകുക എന്നുള്ളതാണ്. upset. He was upset by what you said. നീ പറഞ്ഞതിനെ പറ്റി ഓർത്ത് അവൾ വളരെ അസ്വസ്ഥമാണ്. അപ്പോൾ എന്തെങ്കിലും ഷോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും പറഞ്ഞാണല്ലേ അത് കേട്ടാണ് അസ്വസ്ഥ. He was upset. Are you still upset about what happened? നീ ആ സംഭവിച്ചതിനെ ഓർത്ത് നീ ഇപ്പോഴും അസ്വസ്ഥമായിട്ടിരിക്കുകയാണോ? Don't get an upset stomach by eating too much. എന്താണ്, ഒരുപാട് ഭക്ഷണം കഴിച്ച് നിന്റെ വയറിനെ അസ്വസ്ഥമാക്കരുത്. വയറ്റിൽ പല പല വിഷയങ്ങളുണ്ടാവില്ല, ഒത്തിരി വലിച്ചു വാരി കഴിച്ചാലും. He was upset by what you said. Are you still upset about what happened? Don't get an upset stomach by eating too much. Happy, നമുക്കെല്ലാം അറിയാലേ, സന്തോഷം എന്നുള്ളതാണ് അല്ലേ. I'm so happy to meet you. ഓക്കെ, നിന്നെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. He is rich but he is not happy. ഓക്കെ, അവൻ ഭയങ്കര പണക്കാരനാണ് പക്ഷെ അവൻ സന്തോഷവാനല്ല. Are you happy? നിങ്ങൾ ഹാപ്പി ആണോ? I'm so happy to meet you. He is rich but he is not happy. Are you happy? സാഡ് എന്ന് പറഞ്ഞാൽ ദുഃഖിക്കുകയാണെന്നല്ല അർത്ഥം. യു ലുക്ക് റിയലി സാഡ്. വാട്ട് ഹാപ്പൻ ടു യു? നിന്നെ കണ്ടിട്ട് നീ ഭയങ്കര ദുഃഖത്തിലാണല്ലോ, നിനക്ക് എന്ത് സംഭവിച്ചു? ഐ ഡോണ്ട് ലൈക്ക് സാഡ് മൂവീസ്. എനിക്ക് ദുഃഖിച്ചിരിക്കുന്ന സിനിമകൾ അല്ലേ, സങ്കടമായിട്ടുള്ള സിനിമകൾ ഇഷ്ടമല്ല. ഐ എം വെരി സാഡ് ടു ഹിയർ ദാറ്റ്. ഓക്കെ, അത് കേട്ടതിൽ എനിക്ക് വളരെ സങ്കടമുണ്ട്. യു ലുക്ക് റിയലി സാഡ്. വാട്ട് ഹാപ്പൻ ടു യു? ഐ ഡോണ്ട് ലൈക്ക് സാഡ് മൂവീസ്. ഐ എം വെരി സാഡ് ടു ഹിയർ ദാറ്റ്. ഹംഗ്രി, വിശന്നിരിക്കുന്നതാണ് ഹംഗ്രി എന്ന് പറയുന്നത് അല്ലേ. ഐ എം എ ലിറ്റിൽ ഹംഗ്രി. എനിക്ക് കുറച്ച് വിശപ്പുണ്ട്. ഐ എം സോ ഹംഗ്രി ദാറ്റ് ഐ കുഡ് ഈറ്റ് എ ഹോഴ്സ്. എനിക്ക് ഭയങ്കര വിശപ്പാണ്, എനിക്കൊരു കുതിരയെ കഴിക്കാനുള്ള വിശപ്പുണ്ട്. സാധാരണ ഇംഗ്ലീഷുകാർ അങ്ങനെ പറഞ്ഞാണ് ഐ കുഡ് ഈറ്റ് എ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം വിശപ്പുള്ളപ്പോഴാണ് അവർ പറയുന്നത് അല്ലേ. ഐ എം സോ ഹംഗ്രി. ഐ എം സോ എന്നുള്ളതിന് വെരി ഹംഗ്രി, റൈറ്റ്? സോ ദാറ്റ് ഐ കുഡ് ഈറ്റ് എ ഹോഴ്സ്. ഐ കാൺ കോൺസെൻട്രേറ്റ് വെൻ ഐ എം ഹംഗ്രി. ഓക്കെ, എനിക്ക് ഏകാഗ്രത കിട്ടത്തില്ല എപ്പോഴും എനിക്ക് വിശന്നിരിക്കുമ്പോഴല്ലേ. അങ്ങനെ ആർക്കും കിട്ടാറില്ലല്ലേ. ഐ എം എ ലിറ്റിൽ ഹംഗ്രി. ഐ എം സോ ഹംഗ്രി ദാറ്റ് ഐ കുഡ് ഈറ്റ് എ ഹോഴ്സ്. ഐ കാൺ കോൺസെൻട്രേറ്റ് വെൻ ഐ എം ഹംഗ്രി. തേഴ്സ്റ്റി എന്ന് പറഞ്ഞാൽ ദാഹം എന്നാണ് അർത്ഥം. ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ ഐഡിയലി ബിഫോർ യു ബിക്കം തേഴ്സ്റ്റി. നിനക്ക് ദാഹിക്കുന്നതിന് മുമ്പ് തന്നെ നീ വെള്ളം എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കണം അല്ലേ, വെള്ളം കുടിക്കണമെന്നാണ് പറയുന്നത്. ഐ എം ഓൾവേസ് തേഴ്സ്റ്റി. എനിക്ക് എപ്പോഴും ദാഹമാണ്. ഇപ്പോഴേ നമ്മൾ ടെസ്റ്റ് ചെയ്യണം എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലേ, ഷുഗറോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലേ. ഹീ ഈസ് തേഴ്സ്റ്റി ഫോർ ഫെയിം. എന്താണ്, അവന് പ്രശസ്തനാകാനുള്ള വലിയ ദാഹമാണ്. അപ്പം അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, ആ അർത്ഥത്തിൽ ഉപയോഗിക്കാം. അപ്പോഴേ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ കരുതണം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് അല്ലേ. നമ്മൾ റിപ്പീറ്റ് ചെയ്യുക, നമ്മൾ കൂടുതൽ തവണ ഉപയോഗിക്കുക. ഇപ്പോഴും നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇത് എഴുതി വെക്കുക, എല്ലാ ദിവസവും ഇത് ഉപയോഗിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു.